നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അങ്ങനെ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം നമ്മളിനി പാഞ്ചാലിമേട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി മുറിഞ്ഞപുഴ പാഞ്ചാലിമേട് റൂട്ടിലാണ് വന്ന് കയറിയത്. ഈ റോഡ് അത്യാവശ്യം നല്ല രീതിക്ക് മോശമാണ്. നോർമലി നമ്മൾ പാഞ്ചാലിമേട് വരുവാണെങ്കിൽ ഇതിലെയല്ല വരുന്നത്. വലിയ വാഹനങ്ങൾക്കും മറ്റും വരാനായിട്ട് നല്ല വഴിയുണ്ട്. രാവിലെ തന്നെ പാഞ്ചാലിമേട് എത്തിയപ്പോൾ നല്ല കോടമഞ്ഞ് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ നല്ല വെയിലായിരുന്നു. ഇവിടുത്തെ ഒരു കാലാവസ്ഥയെപ്പറ്റി നമുക്കൊരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോൾ വേണേലും മാറാം. നിങ്ങൾ ഇതിനു മുമ്പ് പാഞ്ചാലിമേട് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല വൈബുള്ളൊരു സ്ഥലമാണിത്. അങ്ങനെ പാഞ്ചാലിമേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് പോയി. എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ഓർത്തു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിലെ വാഷ് ബേസിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇടുക്കിയിൽ തന്നെ വരണം. ഈ ഒരു കാഴ്ച കൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് പോകും. രാവിലെ ആയതുകൊണ്ട് തന്നെ പൊറോട്ടയും ചപ്പാത്തിയും മാത്രമാണുള്ളത്. ഞങ്ങൾ നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞു. സാമാന്യം നല്ല രീതിക്ക് ടേസ്റ്റുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് പാഞ്ചാലിമേട്ടിലേക്ക് തിരിയുന്നവിടെ തന്നെയാണ് ഈ കട. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോയത് പിന്നെ കുട്ടിക്കാനം റൂട്ടിലേക്കാണ്. കുട്ടിക്കാനത്ത് തന്നെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്ന അമ്മച്ചി കൊട്ടാരം കാണാൻ വേണ്ടി വന്നതാണ്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഒരു കൊട്ടാരമാണിത്. കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ തീർത്തും ജീർണാവസ്ഥയിലാണ്. ഇവിടെ വരുമ്പോൾ കെയർ ടേക്കറായിട്ട് പ്രായമുള്ള ഒരു അച്ഛനുണ്ടാവും. പുള്ളിക്ക് ഒരു 50 രൂപ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറ്റിയൊക്കെ കാണിക്കും. കയറ്റി കാണിക്കുക മാത്രമല്ല ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം പറഞ്ഞും തരും. നിങ്ങളൊരു ചെറിയ മഴയൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ കൊട്ടാരത്തിന്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് നമ്മളിനി വാഗമൺ റൂട്ടിലേക്കാണ് പോകുന്നത്. ബാക്കി വാഗമണിലെ കാഴ്ചകൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.